പ്രിയപ്പെട്ടവരെ, മസ്തിഷ്ക പുനഃക്രമീകരണം എന്നത് ശാസ്ത്രീയമായി ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് അറിയപ്പെടുന്നു. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മസ്തിഷ്കത്തിന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ശീലങ്ങൾ രൂപപ്പെടുത്താനും പരിക്കുകൾ സംഭവിക്കുമ്പോൾ പോലും പഴയ പ്രവർത്തനങ്ങൾ വീണ്ടെടുക്കാനും സാധിക്കുന്ന അവിശ്വസനീയമായ കഴിവാണ് ഇത്. പണ്ട് മസ്തിഷ്ക വളർച്ച കുട്ടിക്കാലത്ത് അവസാനിക്കുന്നു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മസ്തിഷ്കം ജീവിതകാലം മുഴുവൻ മാറാനും പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനും കഴിയുന്ന ഒന്നാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ചിന്തയോ വികാരമോ ശീലമോ ആവർത്തിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ ന്യൂറോണുകൾക്കിടയിൽ പുതിയ പാതകൾ രൂപപ്പെടുന്നു. നിങ്ങൾ ഒരു കാര്യം കൂടുതൽ ചെയ്യുമ്പോൾ ആ പാത കൂടുതൽ ശക്തവും വേഗമുള്ളതുമാവുന്നു. മസ്തിഷ്ക പുനഃക്രമീകരണം പ്രധാനമായും 2 തലങ്ങളിലാണ് നടക്കുന്നത്: ഘടനാപരമായ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, പ്രവർത്തനപരമായ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഘടനാപരമായ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാൽ മസ്തിഷ്കത്തിന്റെ ഭൗതികമായ ഘടനയിൽ വരുന്ന മാറ്റങ്ങളാണിത്. പുതിയ അനുഭവങ്ങൾ നേടുമ്പോൾ ന്യൂറോണുകൾ, നാഡീകോശങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് പുതിയ സിനാപ്സുകൾ രൂപപ്പെടുന്ന പ്രക്രിയയാണ്. നമ്മൾ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോഴോ ഒരു പുതിയ കഴിവ്, ഉദാഹരണത്തിന് സംഗീതോപകരണം വായിക്കുക, പരിശീലിക്കുമ്പോഴോ ഇത് സംഭവിക്കുന്നു. ന്യൂറോണുകളുടെ നീണ്ട ഭാഗങ്ങളായ ആക്സോണുകൾക്ക് കൂടുതൽ ശാഖകളുണ്ടാകുകയും കൂടുതൽ ന്യൂറോണുകളുമായി ബന്ധപ്പെടുകയും ചെയ്യാം. സ്ഥിരമായി ധ്യാനം പരിശീലിക്കുന്നവരുടെ മസ്തിഷ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ, ഉദാഹരണത്തിന് ശ്രദ്ധയും വികാര നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, ഇത്തരം മാറ്റങ്ങൾ കണ്ടേക്കാം. പ്രവർത്തനപരമായ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാൽ ഒരു പ്രത്യേക മസ്തിഷ്ക മേഖലയുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തുന്നതിനെയാണിത് സൂചിപ്പിക്കുന്നത്. ഒരു മസ്തിഷ്ക ഭാഗത്തിന് പരിക്ക് സംഭവിക്കുകയോ കേടുപാടുകൾ വരികയോ ചെയ്താൽ നഷ്ടപ്പെട്ട ആ പ്രവർത്തനം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് മസ്തിഷ്കം സ്വയം പുനഃക്രമീകരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു പക്ഷാഘാതം സംഭവിച്ച ശേഷം സംസാരശേഷി വീണ്ടെടുക്കാൻ പരിശ്രമിക്കുന്നത്. ഒരു പാതയിലേക്ക് തുടർച്ചയായി സിഗ്നലുകൾ അയക്കുമ്പോൾ ആ സിനാപ്സ് കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും പ്രതികരിക്കാൻ പഠിക്കുന്നു. ധ്യാനത്തിലൂടെ പോസിറ്റീവായ സ്ഥിരീകരണങ്ങൾ ആവർത്തിക്കുന്നത് ഈ ശക്തിപ്പെടുത്തലിന് കാരണമാകുന്നു. ഇതിനെയാണ് ഹെബിന്റെ നിയമം എന്ന് പറയുന്നത്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ന്യൂറോണുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു. ധ്യാനം പരിശീലിക്കുമ്പോൾ ചിന്തകളോട് പ്രതികരിക്കാതെ അവയെ നിരീക്ഷിക്കാൻ നമ്മൾ പഠിക്കുന്നു. ഇത് പഴയ നെഗറ്റീവായ ചിന്താ പാറ്റേണുകളിലേക്ക് പോകുന്ന ഊർജ്ജം കുറയ്ക്കാൻ സഹായിക്കുന്നു. വികാര നിയന്ത്രണം, തീരുമാനമെടുക്കൽ, ആസൂത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്. പതിവായ ധ്യാനം ഈ ഭാഗത്തെ ശക്തിപ്പെടുത്തുകയും പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണങ്ങൾക്ക് പകരം ബോധപൂർവമായ പ്രതികരണങ്ങൾ നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഭയം, ഉത്കണ്ഠ, പോരാടാനുള്ള ഒളിച്ചോടാനുള്ള പ്രതികരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മസ്തിഷ്ക ഭാഗമാണ് അമിഗ്ദല. ധ്യാനം ഇതിന്റെ പ്രവർത്തനം കുറയ്ക്കുകയും നമ്മെ കൂടുതൽ ശാന്തരായിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, നമ്മൾ ആരായിരിക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നമ്മുടെ മസ്തിഷ്കത്തിനുണ്ട്. ബോധപൂർവമായ ശ്രമങ്ങളിലൂടെ ഈ കഴിവ് ഉപയോഗിച്ച് നമുക്ക് നമ്മെ തന്നെ മാറ്റിയെടുക്കാം. നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. നിങ്ങൾ ഇരിക്കുന്ന കസേരയിലോ നിലത്തോ സുഖകരമായ ഒരു സ്ഥാനം കണ്ടെത്തുക. നിങ്ങളുടെ നട്ടെല്ല് ഒരു കെയർ മുകളിലേക്ക് വലിച്ചുയർത്തുന്നത് പോലെ നേരെയാക്കുക. എന്നാൽ ഈ നിവർത്തൽ ബലപ്രയോഗത്തിലൂടെ ആകരുത്, സൗമ്യമായിരിക്കണം. നിങ്ങളുടെ കൈകൾ മടിയിൽ സൗകര്യപ്രദമായി, ഉള്ളം കൈകൾ മുകളിലേക്കോ താഴേക്കോ വെക്കുക.
കഴുത്ത് നേരെയാക്കി താടി ചെറുതായി നെഞ്ചിലേക്ക് അടുപ്പിക്കുക. ഇത് നിങ്ങളുടെ സുഷുമ്നാ നാഡിക്ക് നേർരേഖ നൽകുന്നു. നിങ്ങളുടെ കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. പുറമെയുള്ള എല്ലാ കാഴ്ചകളും വെളിച്ചവും ശ്രദ്ധയും മാറ്റിവെച്ച് നിങ്ങളുടെ ലോകം ഉള്ളിലേക്ക് ചുരുങ്ങാൻ അനുവദിക്കുക. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ശരീരത്തിന്റെ ഭാരം എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇടുപ്പിലെ എല്ലുകളിൽ അല്ലെങ്കിൽ കസേരയിൽ നിങ്ങളുടെ ശരീരം ഉറച്ചിരിക്കുന്നതായി അനുഭവിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾ സുരക്ഷിതനും സ്ഥിരതയുള്ളവനുമാണ്. നിങ്ങളുടെ നെറ്റിത്തടം അയച്ചിടുക. കണ്ണുകളുടെ ചുറ്റുമുള്ള പേശികൾക്ക് അയവ് നൽകുക. ചുണ്ടുകൾ മെല്ലെ അകറ്റി താടിയെല്ലിൽ പൂർണ്ണമായി അയച്ചിടുക. മുഖത്തിലെ എല്ലാ പേശികളും ഇപ്പോൾ വിശ്രമത്തിലാണ്. ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. അവയെ വിലയിരുത്തുകയോ തിരിച്ചറിയാൻ ശ്രമിക്കുകയോ ചെയ്യാതെ, ഒരു വിധിതീർപ്പുമില്ലാതെ അവ കടന്നുപോകാൻ അനുവദിക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ എടുക്കുന്ന ആദ്യത്തെ ശ്വാസം ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്ന ആദ്യത്തെ ശ്വാസം ശ്രദ്ധിക്കുക. ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവനോടെയുണ്ട് എന്നതിന്റെ തെളിവാണത്. ശ്വാസത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അത് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്ന് മാത്രം നിരീക്ഷിക്കുക. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും വേർ ചെറുതായി മുന്നോട്ട് വരുന്നതും ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും വേർ താഴോട്ട് പോകുന്നതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വാസമാണ് ഇപ്പോൾ നിങ്ങളുടെ ഏക ആശ്രയം. നിങ്ങളുടെ ശ്വാസം ഒരു തിരമാല പോലെ ശാന്തമായ താളത്തിൽ ഉള്ളിലേക്കും പുറത്തേക്കും ഒഴുകുന്നു. നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ശാന്തമായ ഒരവസ്ഥയിലാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സ് പല ചിന്തകളിലേക്കും അലഞ്ഞുപോയേക്കാം. അതൊരു പഴയ ഓർമ്മയാകാം, ചെയ്യാനുള്ള ജോലിയാകാം, അല്ലെങ്കിൽ നാളത്തെ ഒരു കാര്യമാകാം. അത് സ്വാഭാവികമാണ്. ഒരു ചിന്ത വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനോ മാറ്റാനോ ശ്രമിക്കേണ്ട. അതൊരു ചിന്തയാണ് എന്ന് മനസ്സിൽ പറയുക. എന്നിട്ട് ഒരു വിധിതീർപ്പുമില്ലാതെ ആ ചിന്തയെ ഒരു മേഘം പോലെ കടന്നുപോകാൻ അനുവദിക്കുക. ഓരോ തവണ മനസ്സ് അലയുമ്പോഴും ശാന്തമായി നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും ശ്വസനത്തിലേക്ക് കൊണ്ടുവരിക.
ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തിലെ പുതിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പാതകളെ ശക്തിപ്പെടുത്തുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന ഒരു സ്ഥലം സങ്കൽപ്പിക്കുക. അവിടെ എന്താണ് നിറം? ശാന്തമായ നീലയോ പച്ചയോ സ്വർണ്ണ നിറമോ ആകാം. അവിടെ എന്താണ് ഗന്ധം? മഞ്ഞുതുള്ളികളുടെ മണമോ പൂക്കളുടെ ഗന്ധമോ ആകാം. അവിടെ എന്താണ് ശബ്ദം? തിരമാലകളുടെ ഇരമ്പലോ കാറ്റിന്റെ നേർത്ത മൂളലോ അല്ലെങ്കിൽ പൂർണ്ണമായ നിശബ്ദതയോ ആകാം. നിങ്ങൾ ഇപ്പോൾ ആ സുരക്ഷിത സ്ഥലത്ത് ഇരിക്കുന്നതായി അനുഭവിക്കുക. ആ സ്ഥലത്തിന്റെ ഊഷ്മളത നിങ്ങളെ പൊതിയുന്നു. നിങ്ങൾ ഇപ്പോൾ തികച്ചും സുരക്ഷിതനും സമാധാനമുള്ളവനും ശാന്തനുമാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ മധ്യഭാഗത്തു നിന്ന് ഒരു ചെറുതും തിളക്കമുള്ളതുമായ പ്രകാശം പുറത്തേക്ക് ഒഴുകുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഇതാണ് നിങ്ങളുടെ ശാന്തതയുടെ ഊർജ്ജം. ഈ ശാന്തമായ ഊർജ്ജം നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് തുടങ്ങി കൈകളിലേക്കും കാലുകളിലേക്കും തലച്ചോറിലേക്കും ഒഴുകി നിറയുന്നു. ഓരോ പേശിക്കും ഓരോ കോശത്തിനും അത് ആശ്വാസം നൽകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ആഴത്തിലുള്ള ശാന്തതയും ഭയമില്ലായ്മയും സംതൃപ്തിയും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ സുരക്ഷിതമായ ശാന്തതയിൽ നിലനിൽക്കുക. ഈ ആഴത്തിലുള്ള വിശ്രമം നിങ്ങളുടെ മസ്തിഷ്ക പുനഃക്രമീകരണത്തിനായി തയ്യാറെടുക്കുന്നു. നമ്മുടെ മസ്തിഷ്കം ഒരു വഴിയുള്ള മണ്ണുപോലെയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പുതിയ വഴികൾ അതിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മാറ്റേണ്ട ഒരു പ്രത്യേക ചിന്താരീതിയോ പ്രതികരണ രീതിയോ വികാരമോ മനസ്സിൽ കൊണ്ടുവരിക. ഉദാഹരണത്തിന്, എപ്പോഴും വിമർശിക്കുന്ന സ്വരം, ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായ പേടി. ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ന്യൂറൽ പാത നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ പിന്നിലെ ഇരുണ്ടതോ ചാരനിറത്തിലോ ഉള്ള ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് സങ്കൽപ്പിക്കുക.
ഇത് വളരെയധികം ഉപയോഗിച്ച് ജീർണിച്ച ഒരു ചെളി നിറഞ്ഞ വഴിയാണ്. നിങ്ങളുടെ ശ്രദ്ധയുടെ ഒരു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ സങ്കൽപ്പിക്കുക. ഈ നിമിഷം മുതൽ ഈ പഴയ പാതയിലേക്ക് ഒഴുകിയിരുന്ന നിങ്ങളുടെ ശ്രദ്ധയുടെയും ഊർജ്ജത്തിന്റെയും പ്രവാഹം നിങ്ങൾ ബോധപൂർവം നിർത്തുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ആ വഴി ഇപ്പോൾ വിജനമായി. അതിലൂടെയുള്ള യാത്രക്കാർ, ചിന്തകൾ കുറയുന്നു. ആ വഴിയിലെ വെളിച്ചം മങ്ങുന്നു. നിങ്ങൾ അതിനെ പൂർണ്ണമായും അടച്ചിടുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അതിന്റെ ഭാരം പൂർണ്ണമായി കളയുന്നു. പഴയ പ്രതിരോധത്തിന് പകരം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിൽ കാണുക. ഉദാഹരണത്തിന്, വിമർശനങ്ങളെ ശാന്തമായി ശ്രദ്ധിക്കാനും പഠിക്കാനുമുള്ള ക്ഷമ. ഈ പുതിയ ഗുണം നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ മുൻവശത്തുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് തിളക്കമുള്ളതും ശുദ്ധവുമായ ഒരു പുതിയ സ്ഥലത്താണ് രൂപപ്പെടുന്നത് എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ആഗ്രഹം ഒരു സ്വർണ്ണവർണ്ണത്തിലുള്ള തിളക്കമുള്ള ഊർജ്ജമായി രൂപപ്പെട്ട് അവിടെ എത്തുന്നു. നിങ്ങൾ ഒരു പുതിയ പാത നിർമ്മിക്കുന്നത് പോലെ സങ്കൽപ്പിക്കുക. ഇത് വളരെ വിശാലവും വേഗമുള്ളതും മനോഹരവുമാണ്. പുതിയ ന്യൂറോണുകൾ ഈ വഴിയിൽ ബന്ധിപ്പിക്കപ്പെടുന്നു. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നിങ്ങൾ ആ സ്വർണ്ണ വെളിച്ചം ഈ പുതിയ പാതയിലേക്ക് നിറയ്ക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ക്ഷമ സ്വീകരിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈ ക്ഷമ സ്ഥിരപ്പെടുത്തുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പോൾ നിങ്ങൾ നിർമ്മിച്ച പുതിയ ന്യൂറൽ പാതയിലേക്ക്, ഉദാഹരണത്തിന്, ശാന്തമായ ക്ഷമ ശക്തമായ വികാരങ്ങളെ സമന്വയിപ്പിക്കാൻ പോകുന്നു.
നിങ്ങൾ സാധാരണയായി അസ്വസ്ഥനാകുന്നതോ ദേഷ്യം വരുന്നതോ അല്ലെങ്കിൽ പേടി തോന്നുന്നതോ ആയ ഒരു ലഘുവായ സാഹചര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വലിയതോ തീവ്രമോ ആയ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഉദാഹരണത്തിന്, ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുകയോ ഒരു സുഹൃത്ത് നിങ്ങളെ വൈകിപ്പിക്കുകയോ ചെയ്യുന്ന രംഗം. സാധാരണയായി ഈ രംഗം വരുമ്പോൾ നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കും എന്ന് ശ്രദ്ധിക്കുക. ഹൃദയമിടിപ്പ് കൂടുന്നു, കൈകൾ മുറുകുന്നു. എന്നാൽ ഈ നിമിഷം ആ പ്രതികരണങ്ങളെ നിങ്ങളുടെ പുതിയ പാതയിലേക്ക് തിരിച്ചുവിടുക. നിങ്ങൾ ഇപ്പോൾ നിർമ്മിച്ച പുതിയ പാതയിലൂടെ ക്ഷമ അല്ലെങ്കിൽ ശാന്തത ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നത് സങ്കൽപ്പിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനവും ക്ഷമയും അനുഭവപ്പെടുന്നു. നിങ്ങൾ ശാന്തമായി ശ്വാസമെടുക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഈ ശാന്തതയുടെ വികാരം നിങ്ങളുടെ ഉള്ളിൽ ശക്തമായി അനുഭവിക്കുക. ഇത് വെറും ചിന്തയല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന യഥാർത്ഥ വികാരമാണ്. ഓരോ ശ്വാസത്തിലും ഈ പോസിറ്റീവ് വികാരം നിങ്ങളുടെ പുതിയ ന്യൂറൽ പാതയെ സ്വർണ്ണപ്രകാശം പോലെ കൂടുതൽ ശക്തമാക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഉള്ളിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഇപ്പോൾ ആഴത്തിലുള്ള ശാന്തതയിലാണ്. നിങ്ങൾ നിർമ്മിച്ച പുതിയ ന്യൂറൽ പാതയെയും അതിന്റെ ഗുണങ്ങളെയും ഉറപ്പിക്കുന്ന വാചകങ്ങൾ തിരഞ്ഞെടുത്ത് അത് യാഥാർത്ഥ്യമായതുപോലെ പൂർണ്ണമായ വിശ്വാസത്തോടെ പറയുക. ഞാൻ എന്റെ മസ്തിഷ്കത്തിന്റെ യഥാർത്ഥ ഉടമയാണ്. എന്റെ ചിന്തകളെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പഴയതും നെഗറ്റീവുമായ എല്ലാ ശീലങ്ങളും പാതകളും ഇപ്പോൾ മങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ശാന്തതയെയും ക്ഷമയെയും ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഇത് എന്റെ പുതിയ പ്രതികരണ രീതിയാണ്. ഓരോ നിമിഷവും എന്റെ പുതിയ ന്യൂറൽ പാത കൂടുതൽ ശക്തവും തിളക്കമുള്ളതുമാകുന്നു. ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സമാധാനത്തിലാണ്, എനിക്ക് മാറ്റം സാധ്യമാണ്.
നിങ്ങളുടെ ശരീരം ഈ വാക്കുകളോട് പ്രതികരിക്കുന്നത് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിന്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചറിഞ്ഞ ശാന്തതയും ആത്മവിശ്വാസവും പുതിയ ഊർജ്ജവും അവിടെ കേന്ദ്രീകരിക്കുന്നു. നിങ്ങൾ ഈ സമയം കണ്ടെത്തിയതിനും നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ സന്നദ്ധത കാണിച്ചതിനും നിങ്ങളോട് തന്നെ ആദ്യമായി നന്ദി പറയുക. നിങ്ങളുടെ മസ്തിഷ്കത്തോട് നന്ദി പറയുക. ഈ പുതിയ പാതകൾ സൃഷ്ടിക്കാനുള്ള അതിന്റെ അതിശയകരമായ കഴിവിനോട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി നന്ദി പറയുക. ഈ ധ്യാനത്തിൽ നിങ്ങളെ പിന്തുണച്ചതിന് നിങ്ങളുടെ ശരീരത്തോടും നന്ദി പറയുക. നിങ്ങളുടെ ഇരിപ്പിടം താങ്ങി നിർത്തിയ നട്ടെല്ലിന് ശാന്തമായി ശ്വാസമെടുക്കാൻ സഹായിച്ച ശ്വാസകോശങ്ങൾക്ക്, എല്ലാ കോശങ്ങൾക്കും നന്ദി പറയുക. നന്ദിയുടെ ഊഷ്മളമായ വികാരം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങി അത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നിറയുന്നു എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ച പുതിയ പോസിറ്റീവായ ഭാവം നിങ്ങളുടെ ശരീരത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും ഭാഗമായി പൂർണ്ണമായി ലയിച്ചു ചേർന്നു കഴിഞ്ഞു. നിങ്ങൾ ഇനി പഴയ ആളല്ല, മെച്ചപ്പെട്ട പുതിയ വ്യക്തിയാണ്. പുറത്തുള്ള ചെറിയ ശബ്ദങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മെല്ലെ കൊണ്ടുവരിക. ശബ്ദങ്ങൾ ഒരു വിധിതീർപ്പുമില്ലാതെ അകലെ നിന്ന് കേൾക്കുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ഭാരം ഇരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് വീണ്ടും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാൽമുട്ടുകളിലെ സ്പർശം, കൈകളിലെ ഭാരം. നിങ്ങൾ ഇരിക്കുന്നത് ഈ മുറിയിലാണ് എന്ന് തിരിച്ചറിയുക. വിരലുകളും കാൽവിരലുകളും മെല്ലെ ചലിപ്പിക്കുക. നിങ്ങളുടെ ശരീരം ഈ ധ്യാനത്തിൽ നിന്ന് പുറത്തുവരാൻ തയ്യാറെടുക്കുകയാണ്. കൈകൾ മുകളിലേക്ക് ഉയർത്തി മെല്ലെ ഒന്ന് വലിയുക. അല്ലെങ്കിൽ കഴുത്ത് സാവധാനം ഒരു വശത്തേക്കും മറുവശത്തേക്കും ചലിപ്പിക്കുക. നിങ്ങൾക്ക് സൗകര്യപ്രദമാകുമ്പോൾ തിടുക്കമില്ലാതെ മെല്ലെ കൈകൾ കൂട്ടിത്തിരുമ്മി ചൂടാക്കി കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക. കണ്ണുകൾ പതിയെ തുറക്കുക. ചുറ്റുമുള്ള വെളിച്ചത്തെയും രൂപങ്ങളെയും മെല്ലെ സ്വീകരിക്കുക. നിങ്ങളുടെ പുതിയ ശക്തമായ പുനഃക്രമീകരിച്ച ഭാവത്തോടെ ഈ നിമിഷത്തെയും വരുന്ന ദിവസത്തെയും അഭിമുഖീകരിക്കുക. ഈ നിമിഷം മുതൽ
നിങ്ങൾ ആരായിരിക്കാൻ തീരുമാനിച്ചുവോ ആ വ്യക്തിയായി പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങളുടെ മസ്തിഷ്കം നേടിയിരിക്കുന്നു. മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. സ്ഥിരമായ ധ്യാനം ദേഷ്യവും പ്രതികരണവും തമ്മിൽ ഒരു ഇടവേള സൃഷ്ടിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ദേഷ്യം വരുമ്പോൾ ഉടൻ പ്രതികരിക്കുന്നതിനു പകരം ആ വികാരത്തെ നിരീക്ഷിക്കാനും ശാന്തമായി പ്രതികരിക്കാനും നിങ്ങൾക്ക് സമയം ലഭിക്കും. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.